നിങ്ങൾക്കൊക്കെ ഞാനൊരു ഭാരമായല്ലേ? ജെയിംസ് മനഃപൂർവ്വം വരുത്തി വെക്കുന്നതല്ലേ എല്ലാം? ഏത് ശപിക്കപ്പെട്ട നിമിഷത്തിലാണ് ഞാൻ ഈ നാട്ടിൽ കാലുകുത്തിയെന്ന് എനിക്കറിയില്ല. നാം ഒരിക്കലും കണ്ടുമുട്ടരുതായിരുന്നു. ഈ ഓർമ്മകളുമായി ജെയിംസ് എത്ര കാലം ഇങ്ങനെ ജീവിക്കും? എനിക്കറിഞ്ഞുകൂടാ. നീ എനിക്ക് നഷ്ടപ്പെട്ട ദിവസം എന്റെ എല്ലാ സ്വപ്നങ്ങളും മരിച്ചു. കുറെ ഓർമ്മകളും വേദനകളും മാത്രം ബാക്കിയായി. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ജെയിംസിനോട് വിവാഹം കഴിക്കാൻ ഞങ്ങൾ പറയുന്നത്. എനിക്കവളെ സ്നേഹിക്കാൻ കഴിയില്ല. കഴിയണം ജെയിംസ്. കാലത്തിന് ഉണക്കാൻ കഴിയാത്ത മുറിവുകളില്ല. ലിസി നല്ല പെൺകുട്ടിയാണ്. തീർച്ചയായും ലിസിയെ സ്നേഹിക്കാൻ ജെയിംസിന് കഴിയും. അതിന് മറ്റൊരാൾ കൂടെ കയറി നിൽക്കാൻ എന്റെ മനസ്സിൽ സ്ഥലം വേണ്ടേ? സ്വന്തം ആത്മസുഹൃത്തിന്റെ ഭാര്യയെ അവിടെ കയറ്റി നിർത്തിയിരിക്കുന്നത് തെറ്റല്ലേ? മിസ്റ്റർ ജെയിംസിന്റെ മുറിയിൽ മിസ്റ്റർ ജോണി ഉണ്ട്. എന്നെ വന്ന് കണ്ടിട്ട് പോകാൻ പറയും. സത്യത്തിൽ എനിക്ക് ഭ്രാന്ത് വന്നിരുന്നെങ്കിൽ മനസ്സിന് സമനില തെറ്റി ഇവിടുത്തെ ചില രോഗികളെ കാണുമ്പോൾ എനിക്ക് അവരോട് അസൂയ തോന്നും. മിസ്സസ് ജോണി അല്ലേ? അതെ. ഡോക്ടർ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു. സാറിന് മരുന്ന് കഴിക്കാൻ നേരമായി. കൊണ്ടുവരട്ടെ? ശരി. രോഗത്തിന് വേണ്ടിയല്ല ഞാൻ മരുന്ന് കഴിക്കുന്നത്. രോഗിയായതുകൊണ്ടല്ല ഇവിടെ താമസിക്കുന്നത്. അങ്ങോട്ട് വരാൻ എനിക്ക് ഭയമാണ്. ഇവിടെ നിന്ന് എങ്ങോട്ട് പോകുമെന്നാണ് എനിക്കറിഞ്ഞുകൂടാത്തത്. ഓഹോ, അതുകൊണ്ടാണോ ജെയിംസ് വിവാഹം വേണ്ടെന്ന് പറയുന്നത്? അത് മാത്രമല്ല, വിവാഹം കഴിച്ചാൽ 3 മാസത്തിനകം ഭാര്യ മരിച്ചു പോകുന്ന എന്റെ ജാതകം. മിസ്റ്റർ ജെയിംസ് സ്നേഹിച്ച പെണ്ണിനെ മറ്റാരെങ്കിലും കല്യാണം കഴിച്ചിട്ട് പോകും എന്നും ജാതകത്തിലുണ്ടോ? യെസ്, കം ഇൻ. എക്സ്ക്യൂസ് മീ, മിസ്റ്റർ ജെയിംസിനെ കുറിച്ച് ചില വിവരങ്ങൾ അറിയാനാണ് മിസ്റ്റർ ജോണി വരാൻ പറഞ്ഞത്. ജോണിയും ജെയിംസും വളരെ പഴയ സുഹൃത്തുക്കളാണ്. അവരൊരുമിച്ച് പഠിച്ചതാണ്. അന്നു മുതലേ വലിയ കൂട്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ജെയിംസിന്റെ കാമുകി ആരാണെന്ന് ജോണിക്ക് അറിയാമായിരിക്കുമല്ലോ. അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹത്തിന് അറിയില്ല. മിസ്സസ് ജോണിക്ക് അറിയാമോ? അറിഞ്ഞൂടാ. ജെയിംസിന്റെ കാമുകിയുടെ ഫോട്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് ഒന്ന് കാണണം. ഒരു പക്ഷേ ആ പെൺകുട്ടി കല്യാണം കഴിച്ച് പോയിട്ടില്ലെങ്കിൽ പ്രശ്നം ഈസിയായല്ലോ. ആ പെൺകുട്ടി കല്യാണം കഴിച്ച് പോയി ഡോക്ടർ. മിസ്സസ് ജോണിക്ക് എങ്ങനെ അറിയാം? അതവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഡോക്ടർ. ജെയിംസ് പറയുന്നത് പലതും കള്ളമല്ലേ? ഒരു പക്ഷേ ഇതും കള്ളമാണെങ്കിലോ? എങ്കിൽ ജെയിംസിന് ഇത്രയും വിഷമം ഉണ്ടാവുമായിരുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ചെറുപ്പക്കാരൻ എന്തൊരു വിഡ്ഢിയാണ്. അയാളെക്കാൾ നല്ലൊരു ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ ആ മനുഷ്യന്റെ പിന്നാലെ പോയി പെൺകുട്ടിയെ ഓർത്ത് വേദനിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? ആ പെണ്ണിന്റെ നില ഡോക്ടർക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ടാണ്. എനിക്കവളെ അറിയില്ലല്ലോ. എന്താ, ഫാനിന്റെ സ്പീഡ് കൂട്ടണോ? വേണ്ട. ചിലർക്ക് നല്ല കാറ്റ് വേണം. എനിക്ക് ഈ ഫാനിന്റെ കാറ്റ് ഇഷ്ടമേ അല്ല. എന്നാൽ ഞാൻ പോട്ടെ ഡോക്ടർ. മിസ്റ്റർ ജോണി വന്നിട്ടല്ലേ പതിഞ്ഞു പോകുന്നുള്ളൂ? അല്ല ഡോക്ടർ, ഞാൻ അതിന് മുമ്പേ പോകും. ഇവിടെ ബോറടിച്ചാണില്ലേ? രോഗമില്ലാത്തവർക്ക് രോഗികൾ അല്ലെങ്കിൽ ഒരു ബോറാണ്. വരട്ടെ. വേണമെങ്കിൽ ഞാൻ ടാക്സി വിളിപ്പിക്കാം. അതോ മിസ്റ്റർ ജോണിക്ക് ഫോൺ ചെയ്യണോ? വേണ്ട, ആരെങ്കിലും അയച്ച് ഒരു ടാക്സി വിളിപ്പിച്ചാൽ മതി. ഞാൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. കണ്ടത് നന്നായി. ഇയാളോട് എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ? സിസ്റ്ററോട് എനിക്ക് കെറുവ. ഒരു സംശയം ചോദിച്ചോട്ടെ? എന്താ? ഒരു കൊച്ചു വഞ്ചി 3 പേർക്ക് കയറാനോ?
പിന്നെ ഒരാൾ കയറിയ വഞ്ചി മുങ്ങിപ്പോവും. അക്കരെ പോകാൻ 4 പേരുണ്ട്. വാസു, വാസുവിന്റെ ഭാര്യ, ചന്ദ്രൻ, ചന്ദ്രന്റെ കാമുകി. ഒരുമിച്ച് പോണം. എന്ത് ചെയ്യും? സൈക്കിളം കിട്ടാം. ഗുഡ് മോർണിംഗ് മാഡം. ഇന്നെന്താ നടന്നു പോകുന്നത്? കാറില്ലേ? ഞാൻ നടക്കുന്നതും കാറിൽ പോകുന്നതല്ല എന്റെ ഇഷ്ടം. നിങ്ങളാരാ എന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ? ഇപ്പോഴാരുമല്ല, പക്ഷേ ആരെങ്കിലും ആകണമെന്നുണ്ട്. മിസ്റ്റർ, യെസ് മാഡം. കുറെ നാളായല്ലോ നിങ്ങൾ എന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. കൃത്യമായി പറഞ്ഞാൽ 1 കൊല്ലം 6 മാസം 7 ദിവസം. പണ്ടൊരിക്കൽ നിങ്ങൾ എന്റെ വെള്ളസാരിയിൽ ചുവന്ന വശി ഒഴിച്ചു. ഓർമ്മയുണ്ടല്ലോ. ഇന്നൊരിക്കൽ എന്റെ പുസ്തകത്തിൽ ഞാൻ അറിയാതെ ലവ് ലെറ്റർ എഴുതി വെച്ചു. ഫാന്റാസ്റ്റിക് മെമ്മറി. ക്ഷമിക്കണം, സത്യത്തിൽ അന്ന് എനിക്ക് നമ്മൾ തമ്മിലുള്ള ബന്ധം മനസ്സിലായിരുന്നില്ല. ബന്ധമോ? നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ലല്ലോ. നോക്കൂ മിസ് സീമ, സീമയെ ആദ്യമായി കണ്ട ആ നിമിഷം മുതൽ എന്റെ മനസ്സിലൊരു തോന്നൽ, ഈ പെണ്ണിനെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ എന്ന്. 2 ദിവസത്തേക്ക് ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം രാത്രി ഭൂതോദയമുണ്ടായി. സീമ കഴിഞ്ഞ ജന്മത്തിൽ എന്റെ ഭാര്യയായിരുന്നു. മിസ്റ്റർ, നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് തല്ലി വാങ്ങിക്കും. സാരമില്ല, കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ കുറെ കൊടുത്തതല്ലേ. സീമ ഒന്ന് ഓർത്തു നോക്കും, നമ്മൾ 2 പേരും കൂടി താജ്മഹൽ കാണാൻ പോയി. അപ്പൊ ഞാൻ ഷാജഹാനായി വന്ന് എന്നെ പേടിപ്പിച്ചത് ഓർമ്മയുണ്ടോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ താജ്മഹൽ കണ്ടിട്ട് പോലുമില്ല. ഇപ്പോഴല്ല, കഴിഞ്ഞ ജന്മത്തിൽ. അപ്പോൾ എന്റെ പേര് അരവിന്ദൻ എന്നായിരുന്നു. എന്റെ പേര് സുമയൻ. ഇപ്പൊ അരവിന്ദൻ ആൻഡുവായി സുമസീമേ. വിധിയുടെ ഒരു പോക്ക്. നിങ്ങളുടെ രോഗം എനിക്ക് മനസ്സിലായി. അസൽ വട്ട്. ഗാഡ്, കറക്റ്റ്. വട്ടപ്പറമ്പിൽ എന്നായിരുന്നു അന്ന് നമ്മുടെ വീട്ടുപേര്. പിന്നെ നമ്മൾ അത് റൗണ്ട് ലാൻഡ് പെണ്ണാക്കി മാറ്റി. തീർച്ചയായും ഞാൻ പ്രിൻസിപ്പാളിനോട് കംപ്ലൈന്റ് ചെയ്യും. നിങ്ങളെ കോളേജിൽ നിന്ന് പുറത്താക്കിക്കും. പെൺകുട്ടികളുടെ മനഃശാസ്ത്രം മുഴുവൻ അരച്ച് കലക്കി കുടിച്ചവനാണ് ഞാൻ. എനിക്കറിയാം സീമ ആരോടും കംപ്ലൈന്റ് ചെയ്യില്ല എന്ന്. എനിക്ക് നിങ്ങളോട് സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. ഞാൻ പോന്നു. അയ്യോ, നടന്നു ക്ഷീണിക്കണ്ട, ഞാൻ വേണമെങ്കിൽ സൈക്കിളിൽ ഡ്രോപ്പ് ചെയ്യാം. ഞാൻ നടന്നു പോയിക്കൊള്ളാം. എനിക്ക് നിങ്ങളുടെ സഹായം ഒന്നും വേണ്ട. ഹലോ മിസ്. കഷ്ടപ്പെട്ട് ആലോചിച്ച് കൊണ്ടുവന്ന ഒരു വ്യക്തിയും പോയി. ഇനിയിപ്പോ എന്താ ഒരു വഴി? ശങ്കര ദിഗ്വിജയം ജഗദ്ഗുരു ശങ്കര ദിഗ്വിജയം.